നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ഉള്ള ഒരാളാണ്, അതായത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ ചെയ്ത് ഒരു 10-20 കിലോ ഒക്കെ കുറച്ച് പരിചയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു 5 കിലോ 6 കിലോ ഒക്കെ കുറച്ച് പരിചയമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ 1-2 ദിവസമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നാളത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരും. അതായത് ഇന്ന് ഞാൻ ഡേ 8 വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 8th ഡേ ആണ് ഇന്ന്. അപ്പോൾ ആ ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു 10 ഡേയ്സ് വർക്കൗട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 14 ഡേയ്സ് പിന്നെ ചാലഞ്ചിലാണ്. ആ സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് ചെയ്യണം ഒക്കെയാണ്. പക്ഷേ എന്നാലും നമ്മൾ എന്താ പറയുക, ഒരു 10 ഡേയ്സ് റിലീജിയസ്ലി നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും വർക്കൗട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് ആകുമ്പോൾ എന്തായാലും നമ്മളത് ഫിനിഷ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വരുന്ന, അതായത് നാളെ മുതൽ ഇനി വരുന്ന അങ്ങോട്ട് 10 ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, അതായത് നമുക്ക് പീരിയഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അസുഖങ്ങൾ ഉണ്ടാവാം, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇനി 10 മിനിറ്റ് പോട്ടെ, ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞയോടെ നമ്മൾ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്ര പേര് ഈ ഒരു ചാലഞ്ചിന് റെഡിയാണെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പറയാം, കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തായാലും ഞാൻ നാളെ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നാളെ മുതൽ വരുന്ന 10 ദിവസത്തേക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, അതായത് ഞാനിപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ഞാൻ പല എക്സ്ക്യൂസസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൾഡാണ്, തലവേദനയാണ്, അങ്ങനെ പല കാര്യങ്ങൾ കാരണം ഞാൻ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ്, ചില ദിവസങ്ങളിൽ 0 വർക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഒന്ന് മാറ്റി കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും വർക്കൗട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഞാനിത് അനൗൺസ് ചെയ്യും. അതിന് മുമ്പേ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എത്ര പേര് ഈ ഒരു ചാലഞ്ചിന് റെഡിയാണെന്ന് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത്ര ഒരുപാട് ടൈം ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാന്നുള്ളൊരു ഹാബിറ്റ് നമ്മുടെ മൈൻഡിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചാലഞ്ചാണിത്. 10 ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, അതിനുശേഷം തുടർന്ന് പോകണോ എന്നുള്ള കാര്യവും നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വരുന്ന 10 ദിവസം, അതായത് നാളെ ഡേ 1 ആണ്, ഡേ 1 മുതൽ ഡേ 10 വരെ ഒരു എന്തെങ്കിലും കൈൻഡ് ഓഫ് വർക്കൗട്ട്, അതിപ്പം നമുക്ക് സുംബയാവാം, അല്ലെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വർക്കൗട്ട് ആവാം, ഡാൻസ് ആവാം, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യുക. അത് 1 മണിക്കൂർ വരെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ മിനിമം ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യാൻ റെഡിയുള്ളവർക്കൊക്കെ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാം. ഇതിനകത്ത് പ്രായപരിധിയൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ള ആളുകൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പിന്നെ നമ്മുടെ വർക്കൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വർക്കൗട്ട് വീഡിയോസ് ഉണ്ട്, വാക്കിംഗ് വർക്കൗട്ട്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ 10 മിനിറ്റ്സ് ഒക്കെ വരുന്ന വർക്കൗട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കൗട്ട് ആണെങ്കിലും മതി. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വർക്കൗട്ടാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള വർക്കൗട്ട് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. ആകെയുള്ളൊരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന 10 ദിവസം നമ്മൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഭൂമി തലകീഴെ മറിഞ്ഞു കഴിഞ്ഞാലും ഒരു മിനിമം 10 മിനിറ്റ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുള്ളൊരു പ്രതിജ്ഞയോടെ ഈ ഒരു ചാലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ച ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നാളെ നിങ്ങളടുത്ത് പറയാമെന്ന്. പക്ഷേ നാളെ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ മുതലേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാലഞ്ചിന് താല്പര്യമുള്ളവർക്കൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ ഐ ആം ഇൻ എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാവുന്നല്ലേ ഉള്ളൂ. അത് ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് വർക്കൗട്ട് ഒന്നും തരുന്നില്ല. നിങ്ങളുടെ ബോഡി ലിമിറ്റേഷന് പറ്റിയ ഏത് ടൈപ്പ് ഓഫ് വർക്കൗട്ട്, ഇപ്പം വയസ്സായിട്ടുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് പോസിബിൾ അല്ലേ, ആ രീതിയിലെങ്കിലും നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ 14 ഡേയ്സ് ചാലഞ്ച് ഓൾറെഡി പോകുന്നുണ്ട്, നമ്മുടെ ഡയറ്റ് ചാലഞ്ച് ഓൾറെഡി പോകുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ചാലഞ്ച് അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും നമ്മളിത് ഫിനിഷ് ചെയ്യണം, എന്തൊക്കെ സംഭവിച്ചാലും ഫിനിഷ് ചെയ്യണം. ഈ ഒരു ചാലഞ്ച് നമ്മൾ ഇന്ന സമയത്തൊന്നും ഇല്ല കേട്ടോ. രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാം, വൈകുന്നേരം. ഇനി ഉറങ്ങാൻ പോകുന്നതിന് ആ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മുമ്പാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് വെച്ചാൽ അതായാലും കുഴപ്പമില്ല. ആക്ച്വലി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കാനായിട്ട് പല റീസൺസ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. പല എക്സ്ക്യൂസസ്, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു വർക്കൗട്ട്. ഓക്കെ, ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ചിലരൊക്കെ പറയുമ്പം, ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഒരു ക്ലൈൻറ്റ് വന്നിട്ട്, നമ്മുടെ കൂടെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ഒരു ക്ലൈൻ്റാണ്. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഒരു ബിഗിനറിനാണെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് അവർ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ, ആദ്യമായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു മോട്ടിവേഷൻ തന്നെ അവർക്ക്
അവരുടെ ജേണി തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷനാണ്. പക്ഷേ എന്നെ പോലെയുള്ള ആളുകൾക്ക്, അതായത് ഞാൻ ഓൾറെഡി 30 kg കുറച്ചതാണ്, അല്ലെങ്കിൽ ഓൾറെഡി ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കൊക്കെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. മോട്ടിവേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു, അതായത് നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ഉള്ള ഒരാളാണ്, അതായത് വർക്കൗട്ടൊക്കെ ചെയ്ത് ഡയറ്റൊക്കെ ചെയ്ത് ഒരു 10-20 കിലോ ഒക്കെ കുറച്ച് പരിചയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു 5 കിലോ 6 കിലോ ഒക്കെ കുറച്ച് പരിചയമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എപ്പോഴും എൻ്റെ അടുത്ത് നിഷ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും അവളടുത്താണ് പറയാറ് എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല നിഷ. അപ്പം നിഷ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ വർക്കൗട്ട്, ഡയറ്റ്, അതുപോലെ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ബേസിക് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആക്ച്വലി ഒരു റെഗുലർ റുട്ടീനായിട്ട് കണക്കാക്കുക. അതായത് നമ്മളിപ്പം എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പനിച്ച് കിടക്കുകയാണെങ്കിൽ പോലും നമ്മൾ പല്ല് തേക്കാതെ നമ്മൾ ആഹാരം കഴിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും വയ്യെങ്കിൽ പോലും, അതായത് നമുക്ക് അസുഖങ്ങളും പനിയും കോൾഡും ഒന്നുമില്ല, പക്ഷെ നമ്മളൊരു നോർമൽ ഒരു ഡേ ആണ്, ഭയങ്കര മടി പിടിച്ച ഡേ ആണെങ്കിൽ പോലും നമ്മൾ കുളിക്കാതിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഡെയിലി റുട്ടീനാണ്. അത് നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഫുൾഫിൽ ചെയ്യും. അതേപോലെ ഒരു സംഭവമായിട്ട് ഒരു 10 minutes വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു 1 hour വർക്കൗട്ടിനെ നമ്മൾ കാണുകയാണെങ്കിൽ തീർന്നു. അവിടെ ഈ മോട്ടിവേഷന്റെ കാര്യങ്ങളൊക്കെ തീർന്നു. നമ്മൾ മോട്ടിവേഷൻ ഉണ്ടായിട്ടാണോ പല്ല് തേക്കുന്നത്, മോട്ടിവേഷൻ ഉണ്ടായിട്ടാണോ കുളിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടായിട്ടാണോ നമ്മൾ ഓരോ ദിവസം കുക്ക് ചെയ്യുന്നത്, മോട്ടിവേഷൻ ഉണ്ടായിട്ടാണോ നമ്മൾ ഓരോ ദിവസം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഒരുപാട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങളുണ്ട്, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് കാരണം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഈ വർക്കൗട്ടിനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മോട്ടിവേഷൻ ഇല്ലാതെ തന്നെ എല്ലാ ദിവസവും നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെപ്പോഴും എൻ്റെ അടുത്ത് നിഷ പറയുന്ന ഒരു കാര്യമാണ്. അവൾ 75 ഹാർഡ് ചാലഞ്ച് ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 75 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്, 75 ദിവസമൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ഈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ എൻ്റെ 30 kg കുറയ്ക്കുമ്പോൾ പോലും അങ്ങനെയൊന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ബ്രേക്ക് വരും, ഇടയ്ക്ക് പിന്നെയും ചെയ്യും, ബ്രേക്ക് വരും ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ 30 kg കുറച്ചത്. പക്ഷെ അവളൊക്കെ ഒരു 4 മാസം ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ ആ സമയത്താണ് 75 ഹാർഡ് ചെയ്യുന്ന സമയത്താണ് അവളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഡേറ്റിങ്ങിന് പോയി. പക്ഷെ ആ സമയത്ത് അവർ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു ടൈമിൽ പോലും അവൾ ഫുഡൊക്കെ വളരെ പ്രോപ്പർലി ഡയറ്റ് കൺട്രോൾ ആയിട്ടാണ് അവൾ കഴിച്ചത്. ഇവിടുന്ന് അവൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ അവൾ കഴിച്ചത്. അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ എനിക്ക് ശരിക്കും അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും എല്ലാവർക്കും സാധിക്കണമെന്നില്ല, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ പറ്റാവുന്നതേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ശരിക്കും ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെ നമ്മളൊരു ഡെയിലി റുട്ടീനായിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ, ആ ഒരു രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ്റെ യാതൊരു ആവശ്യമില്ല. ഡെയിലി നമ്മൾ ചെയ്യുന്ന എല്ലാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നു, പിന്നെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, എന്താ പറയുക, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നു, കുക്ക് ചെയ്യുന്നു, നമ്മൾ ഓഫീസിൽ പോകുന്നു. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇതിനിടയിൽ നമ്മൾ കുത്തിക്കേറ്റേണ്ട ഒരു സംഭവമാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പല സമയത്തും ഞാൻ എൻ്റെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാറ്. അതായത് നമ്മുടെ അങ്ങേ അറ്റത്തെ മടിയാണെന്ന് തന്നെ വേണം പറയാം, അങ്ങേ അറ്റത്തെ എക്സ്ക്യൂസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസൊക്കെ മാറ്റി വെച്ച് നമുക്ക് ചുമ്മാ പല എക്സ്ക്യൂസസും ഒക്കെ മാറ്റി വെച്ച് ഞാൻ നാളെ മുതൽ എന്തായാലും 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈവൺ ഒരു 5 minutes എങ്കിലും വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ചാലഞ്ചിൽ ജോയിൻ ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടെ. ഈവൺ നിങ്ങളൊരു 5 മിനിറ്റ് ചുമ്മാ തുള്ളുകയാണെങ്കിൽ പോലും, ചുമ്മാ ഇങ്ങനെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ പോലും ഓക്കെയാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്തു എന്നുള്ള ഒരു ചെറിയൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ആ ഒരു കാര്യം നമ്മളുടെ മൈൻഡിനെ, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും ഒരു 21 days നമുക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കംപ്ലീറ്റ് ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. പക്ഷേ അത്രയും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു 10 days നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. നമ്മൾ ഒരുപാട് മടിയന്മാരാണ്, പക്ഷെ ആ മടിയൊക്കെ മാറ്റി വെച്ച് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിജയിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാലും നമ്മളൊന്ന് ട്രൈ. ഒരു 5 മിനിറ്റ് അല്ലേ, നമ്മൾ മിനിമം 5 മിനിറ്റ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ 5 മിനിറ്റെങ്കിലും നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും ഒരു 10 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാടൊന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മിനിമം 5 minutes എങ്കിൽ 5 minutes നമ്മൾ നെക്സ്റ്റ് വരുന്ന 10 ദിവസവും നമ്മൾ വർക്കൗട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കട്ടെ. നിങ്ങളും ഈ ചാലഞ്ചിൽ പങ്കെടുക്കുക. എല്ലാവരും ഒരുപാട് ആ മടിയൊക്കെ മാറ്റി വെച്ച് നമുക്ക് നാളെ മുതൽ വീണ്ടും നല്ല കുട്ടികളായിട്ട് പുതിയൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി, ഒരു മോട്ടിവേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ചാലഞ്ചായിട്ട് ഇതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.